ഖോഷി നദിക്കരികിലൂടെ മലനിരകൾ താണ്ടി നാംചെ ബസാർ വരെ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിൻ്റെ 2ാം ദിവസം. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. പെട്ടെന്ന് 6:30 റെഡിയാൻ പറഞ്ഞു. പെട്ടെന്ന് റെഡിയായിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജിഞ്ചർ ടീ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ വെജ് ഓംലെറ്റ് വന്നു. ഓക്കെ, താങ്ക് യു. ഷെറിനൊരു ബ്രെഡ് തന്നു. അപ്പം അതും കൂട്ടി കഴിക്കാൻ ബാക്കിയുള്ളത്. കൊഞ്ചി പീസിട വേണ കോസിയല്ല പറഞ്ഞേ. എനിക്കുള്ള ഡയമോക്സ് ജോച്ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇന്ന് ഒരു 7:30 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി. നല്ല സ്ഥലമായിട്ടോ. ഇന്നലെ വന്നപ്പോൾ ഇത്രയും വിസിബിളായിരുന്നില്ല. ഹോട്ടൽ റോയൽ ഷെർപ്പ, ഇതാണ് ഇതിൻ്റെ പേര്. എല്ലാവരും റെഡിയായി പുറത്തിറങ്ങിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. गुड मॉर्निंग डे 2. फोटोग्राफर हर्ष. इधर 2 स्टेप जाओ ना, उधर से व्यू बहुत अच्छा है. वो इसको मतलब एक वो है. Yeah, always. You are the best. Yes. You should keep taking our photographs. I know that. I know. Good morning. How are you? All good? Yeah, good. Straight towards them, huh? The dog see? Yeah. You guys should look happy. Yeah. Okay, you are not here to worry or take any stress. Yeah. You are here to enjoy. Yeah. Okay. So how was your night? Fantastic. Good. You guys had a good sleep? Yes. So many dreams. So many dreams. സെക്കൻഡ് ഡേ ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഇപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. സമയം 7:30 കഴിഞ്ഞു. 7:35. ഓക്കെ, കുറച്ച് മുകളിൽ പോയാൽ കാണും നമ്മൾ താമസിച്ച സ്ഥലം. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ട് മുന്നിൽ നടക്കുക. Our second day. ഇതൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. നമസ്തേ. അവിടെ കുറേ ഗസ്റ്റ് ഹൗസുകളുണ്ട്. ഷാങ്ക്രി-ല ഗസ്റ്റ് ഹൗസ്. ഇവിടെ എല്ലായിടത്തും ബിയർ കാണാം. region. അറിഞ്ഞൂടാ, പക്ഷെ കുംഭൂലുള്ള ഒരു ബ്രിഡ്ജാണിത്. നമുക്കിതിനെ കുംഭു ബ്രിഡ്ജ് എന്ന് വിളിക്കാം. അല്ല യാർഷ്, ഇതിനെ കുംഭു ബ്രിഡ്ജ് എന്ന് വിളിക്കാം. കുംഭു റീജിയൻ ആണ്. മൊത്തം കുംഭുവാണ്. അപ്പോൾ ഒരുപാട് ബ്രിഡ്ജ് ഉണ്ടാവും. അയ്യോ, എന്ത് രസം നോക്ക്. ഷെർപ്പ ഷാങ്ക്രി-ല റിസോർട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ചെറിയ റിസോർട്ട് പോലെയൊക്കെ കാണാം. ഒന്ന് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ട്. ഹിമാലയൻ ഷെർപ്പ ഹോസ്പിറ്റൽ. വെൽക്കം ടു സോനം ഗസ്റ്റ് ഹൗസ്. ഒരുപാടുണ്ട് ഇവിടെ. ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത നടന്നു പോകുന്ന ഹോസ്പിറ്റലായിരിക്കും.
വേറൊന്നും വണ്ടികളോ ആംബുലൻസോ ഒന്നും പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, വഴിയില്ല. ഹായ്, ഇത് രസം. എന്ത് നിറാ നോക്കി വെള്ളത്തിന്. इधर स्कूल है, किधर है? हाँ, അടുത്തേക്ക് അങ്ങനെ വാട്ടർഫോൾ കണ്ടപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ടിറങ്ങി. ഓക്കെ, കുറേ നേരമായിട്ട് ഈ പുഴയുടെ സൈഡിൽ കൂടി തന്നെയാണ് ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും കുറേ നേരം അങ്ങനെ തന്നെ ആയിരിക്കും. സെൽഫി പുള്ളേ, ഇതെത്ര വിസിബിൾ ആവുന്നുണ്ടെന്ന് അറിയില്ല. നല്ല രസമുള്ള മലയാണ്, നല്ല ഒരുക്കി വെച്ച പോലെയുണ്ട് മരങ്ങളൊക്കെ. ये जगह का नाम क्या है भाई? इस जगह का नाम बेंकार है. बेंकार है. एक सस्पेंसिव ब्रिज आता है, सोलू कुंभू. वो क्रॉस करने के बाद में आते छुमा. उसके बाद मंजू. फिर ब्रिज एक बार क्रॉस करना है. जोशाले. लॉन्च. ओके. रामचर कितना डिस्टेंस है? अपना लॉन्च नाम से 3.5 hour. डिफरेंट द पेस. जो स्पीड जाते हैं 4-2 घंटा. स्लो जाने 4 घंटा 5 घंटे. ओके ओके. വീട്ടിലൊക്കെ ഇവിടെ കൂട്ടം കൂടി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ഈ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷേ ഇവർക്ക് വേറെ വഴിയില്ലെന്നാണ് പറയുന്നത്. എന്നാലും അത് ശരിയല്ലല്ലോ, ഞാനതിനെ എതിരാണ്. അതിൻ്റെ മുകളിൽ നോക്കി ആ വെയിറ്റോട് കൂടി അതിനെ നിർത്തിയിട്ടിരിക്കുന്നത് കഷ്ടമുണ്ട്. വേറൊരു വലിയ ബ്രിഡ്ജിലേക്ക് കയറുകയാണ് നമ്മൾ. നോ, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഗോ. ഓക്കെ, നെക്സ്റ്റ് ബ്രിഡ്ജ്, യു ക്യാൻ ടേക്ക് നെക്സ്റ്റ് ബ്രിഡ്ജ്. ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുള്ളൂയിരിക്കാം. എല്ലാവരും ഒന്നിച്ച് പോകുന്ന സമയത്ത് തൊട്ടിലാട്ടം പോലെയാണ് ഈ സാധനം ആടുക. ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത അത്രയും ആടും. ശരിക്കും നേരെ പോവുകയാണെങ്കിൽ വലിയ ഇളക്കൊന്നും ആവേണ്ടതില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വന്നു പോകുന്ന ടെക്കേഴ്സിലൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു കേവ്. ഡമ്മു അങ്ങനെ നമ്മൾ മോഞ്ചു എന്ന് പറഞ്ഞ വില്ലയിലേക്ക് എത്തി. കുറച്ച് ഹൈറ്റായിട്ട് സ്റ്റെപ്പൊക്കെ ഉള്ളതിൻ്റെ രണ്ട് സൈഡിലും കുഞ്ഞു കുഞ്ഞു ജസ്റ്റ് ഇവിടെ ഒരു ചെക്ക്
പോസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സാഗർ മാത ചെക്ക് പോസ്റ്റ്. അങ്ങനെയാവില്ല നമ്മൾ വന്നപ്പോൾ അവിടുന്ന് വന്നു. ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നടന്നു വരുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടുന്ന് കയറിയിട്ടാണ് എവറസ്റ്റിൻ്റെ പീക്കിലേക്ക് എത്തണം. ഇവിടെ എത്തണം. അപ്പോൾ നമ്മൾ എവറസ്റ്റ് കയറി തിരിച്ചു പോയാലോ? അപ്പോൾ ആ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേപ്പാളിൽ, ഈ സൈഡിൽ നിന്ന് പോവുകയാണെങ്കിൽ ടിബറ്റിൽ നിന്ന് പോകും അല്ലേ? ഈ സൈഡിൽ നിന്ന്. ഓക്കെ. Which one dangerous area? Hillary step. This one is Nupse. So one of the also most dangerous and technical peak. And here. Tibet से आएगा तो ये साइड है. So why is it called Doctor of Everest? इधर तक गाड़ी आएगा. Why is it called Doctor of Everest? टिबेट से Only to Everest base camp. Tibet side. टिबेट से Everest ऑलमोस्ट इधर आएगा. almost either. ഓക്കെ. Everest. ये आपको दिखेगा जब लबूचे पहुंचोगे. അങ്ങനെ നമ്മൾ സാഗർ മാത നാഷണൽ പാർക്കിന്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തി. एक लाइन में सब लोग. എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. ടിബറ്റൻ ലാംഗ്വേജാണ്. എന്താണ് എഴുതിയതെന്ന് മനസ്സിലാവില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചില സ്ഥലത്ത് എഴുതിയത് മാത്രമല്ല കൊത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിൽ വൈറ്റ് അതിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. കൊത്തിയെടുത്തിട്ട് എംബോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മേലെയാണ് വൈറ്റ് അടിച്ചിരിക്കുന്നത്. ആ വൈറ്റ് കളർ പോയാലും ലെറ്റേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കേണ്ട സ്ഥലമെത്തിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ലോഡ്ജ്. ഇവിടെയാണ് ഇന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ലോഡ്ജ് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എഗ് ഫ്രൈഡ് റൈസ് ആണ് ജോഷറിന് ഓർഡർ ചെയ്തിരിക്കുന്നത്. ദാൽ ബാത്ത്. Correct. ദേശീയ ഭക്ഷണം ഇവിടുത്തെ. Tasty. ദാൽ ബാത്ത്, എഗ് ഫ്രൈഡ് റൈസ്, दाल भात कन्नी हमारा कन्नी सॉरी दाल भात आയിരുന്നു ഇപ്പോൾ ഫ്രൈഡ് हाउ कम ദാൽ ബാത്ത് ആയിരുന്നു കഴിഞ്ഞു. vegetable fried rice. This is dal bath with the radish pickle soup. ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് കഴിയാറായി. ഇത് നല്ല ക്വാണ്ടിറ്റി തരിക, നിറച്ചുണ്ടായിരുന്നു. ഇത് നല്ല ഇഷ്ടമായിരുന്നു, മുഴുവൻ തീർത്തു. ഇത് ഈ ടീമിന്റെ 2 ദിവസം കൊണ്ട് തീരൂട്ടാ. വീണ്ടും നിങ്ങൾ വരും. എന്താ കഴിക്കുന്നത്? Empty plate. നമ്മുടെ ടീം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെ? ഇനി അടുത്തേതാ? അടുത്ത സ്ഥലത്തിന്റെ പേരെന്താ? Now we are going to Namche. ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോവാ. ഇങ്ങനെ ധിക്കാരത്തോടു കൂടി പോയല്ലേ? കണ്ടില്ലേ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം. ധിക്കാരി. എത്രാമത്തെ ബ്രിഡ്ജിൽ എണ്ണടായിരുന്നു, പക്ഷേ ഇത്രയും ബ്രിഡ്ജ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഒരുപാടായിട്ടുണ്ട്. മ്യൂൾസ് ഞാൻ പോയി, അപ്പൊ ഞാൻ കഴുതല്ല. അപ്പൊ ആ ട്രാപ്പ് വർക്ക് ചെയ്യുന്നില്ല.
ഇന്നലെ ഡൗട്ടിൽ ആരോ പോലെ ഉണ്ട് കോട്ട് ഇടുന്ന സമയത്ത് ആരോ കടമറ്റത്ത് കത്തനാർ ഇതിലേക്ക് കൂടി വേണം പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് റിസ്ക് കാണിച്ചു തരാം, എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇത്രയും നടന്നിട്ട് വെറും 7.8 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. കാണിക്കുകയല്ല, ഞാൻ 2 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓൺ ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 9.8 കിലോമീറ്റർ. പക്ഷേ ഒരു 90 കിലോമീറ്റർ നടന്ന ഫീലുണ്ട്. അത്രയും ടൈമായി, അത്രയും എഫേർട്ട് വരുന്നുണ്ട്. ആ മുകളിൽ കാണുന്ന ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് കാണുന്നുണ്ടാവില്ല ശരിക്കും ഇതിൽ. ആ മുകളിൽ കാണുന്ന ബ്രിഡ്ജാണ് ഹിലേരി ബ്രിഡ്ജ്. ആ 2 ബ്രിഡ്ജിന് മുകളിൽ കാണുന്നതാണ് ഹിലേരി ബ്രിഡ്ജ്. നല്ല ഹൈറ്റിലാണ് അതുള്ളത്. ഇത് ഡോങ്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇതിൽ നമുക്ക് ഡോങ്കി വരുന്നുണ്ടോ നോക്കാം, ഒരു മിനിറ്റ്. വിത്ത് പ്രൂഫ്. ഈസി ആയിട്ട് വന്നല്ലോ. ആ ഓക്കെ മതി. നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോ ഫേമസ് ആയ ഹില്ലരി ബ്രിഡ്ജ്. വളരെ ഹൈറ്റാട്ടോ. ഇതിന് താഴെ ഒരു ബ്രിഡ്ജ് ഇരിക്കുന്നുണ്ട്. ഓ 2 പുഴ പോകുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ഒരെണ്ണം, ഇവിടെ നിന്ന് ഒരെണ്ണം. എൻ്റെ അമ്മ, നല്ല കാറ്റാണല്ലോ. അങ്ങനെ നമ്മൾ നാംചെ ബസാറെത്തി. നല്ലൊരു സിറ്റിയാണ്, മലയുടെ സൈഡിലുള്ള നല്ലൊരു സിറ്റിയാണ്, വലിയൊരു സിറ്റിയാണ്. ഒരുപാട് ബിൽഡിങ്സ്. ഒരു ഫ്ലാറ്റ് പരന്ന് കിടക്കുന്നൊരു ഒറ്റ സ്ഥലം പോലും ഇല്ല. അത് മലയുടെ തെരുവിലാണ് മുഴുവൻ ബിൽഡിങ് നിൽക്കുന്നത്. എന്താണ്, ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഗേറ്റ് കാണാം, എന്താ എഴുതിയിട്ടുള്ളതെന്ന് അറിയില്ല. നാംചെ ബസാറെന്നായിരിക്കും. എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ പെയിൻറ്റിങ്സ് ഒക്കെ. നാളേക്കൊക്കെ വണ്ടികളൊന്നും വരാനില്ല, ഇതുപോലെ നടന്നു വരാനേ പറ്റുള്ളൂ. ഇവിടെ ചെറിയൊരു സാധനം കൊണ്ടുവരണമെങ്കിൽ വരെ ഇവിടെ യാക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നടന്നോ അങ്ങനെയൊക്കെ കൊണ്ടുവരണം. ഈ സംഭവം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൽ കൂടി വെള്ളം നല്ല പവറിൽ ഫോഴ്സിൽ വരുന്നുണ്ട്. അങ്ങനെ തിരിയുക. ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നു. നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എവറസ്റ്റിൻ്റെ അത്രയില്ലെങ്കിലും നല്ല പീക്കാണത്. കാണുന്നതും ഏറ്റവും എൻഡിലേക്കുന്ന മലയുണ്ട.